താമരശ്ശേരി ചുരത്തിൽ നിയന്ത്രണങ്ങളോടുകൂടി ചെറുവാഹനങ്ങൾ മാത്രം കടത്തിവിടുമെന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒരു വിവരം. മഴ ശക്തമായി പെയ്യാത്ത സാഹചര്യത്തിലാവും വാഹനങ്ങൾ കടത്തിവിടുക. അതേസമയം ഭാരമേറിയ വാഹനങ്ങൾക്കുള്ള നിരോധനം തുടരും. നിലവിൽ ചുരം റോഡിലേക്ക് വീണ പാറക്കല്ലുകളും മണ്ണും പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും മഴ തുടരുന്ന സാഹചര്യത്തിൽ പാറകൾ ഇനിയും റോഡിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, ഗുഡ് മോർണിംഗ്. നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിനൊരു സാധ്യതയുണ്ട്. അതത്ര ഗൗരവമല്ലാതെ തള്ളിക്കളയേണ്ട ഒരു പ്രശ്നമല്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് തോന്നുന്നു, അല്ലേ? മോത്തി, വെരി ഗുഡ് മോർണിംഗ്. വളരെ നല്ല വാർത്തയാണ് ഇന്ന് താമരശ്ശേരി ചുരത്തിൽ നിന്ന് പറയാനുള്ളത്. കാരണം മഴ മാറി നിൽക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടി കനത്ത മഴയ്ക്ക് ശമനമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാവുന്നത് പോലെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. റോഡിൽ നിന്ന് ഈ അവശിഷ്ടങ്ങളൊക്കെ മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ മുകളിലും വലിയൊരു ഭീഷണിയുള്ള പാറക്കല്ലുകളൊന്നും കാണാനില്ല. രാത്രി തന്നെ ചെറിയ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിരുന്നു. ഇപ്പോൾ ചെറുവാഹനങ്ങൾ സുഗമമായി കടന്നു പോകുന്നുണ്ട്. കാറുകളും മറ്റും ഇരുചക്ര വാഹനങ്ങളും ഒക്കെ. ലോറികൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ലക്കിടി ഭാഗത്തും താഴെയും അതുപോലെ ലോറികൾ നിർത്തിയിട്ടിട്ടുണ്ട്. പ്രധാനമായും റവന്യൂ മന്ത്രി പറഞ്ഞത് ഈ റോഡിന് എന്തെങ്കിലും ബലക്ഷയമുണ്ടോ, ഇതിനടിയിലേക്ക് വെള്ളമിറങ്ങി റോഡിന് ബലക്ഷയമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ്. അതിനുള്ളൊരു സാധ്യത നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നില്ല. എന്തായാലും വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അതിനുശേഷമാകും ഭാരവാഹനങ്ങൾ കടത്തിവിടുക. കാലാവസ്ഥ പ്രതികൂലമായില്ലെങ്കിൽ ഉച്ചയോടുകൂടി കാര്യങ്ങൾ സുഗമമാകും എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക. പക്ഷേ ആ സൈഡിൽ പാറക്കല്ലുകളൊക്കെ ഉണ്ട്. പക്ഷേ രാത്രി അധികമായിട്ടൊന്നും വന്നതായി കാണുന്നില്ല. മാത്രമല്ല, ഏതാണ്ട് ഇളകി നിൽക്കുന്ന പാറക്കല്ലുകളൊക്കെ താഴേക്ക് പതിച്ച് കഴിഞ്ഞതായാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാകുന്നത്. അതൊക്കെ വിദഗ്ധർ പരിശോധിക്കേണ്ടതാണ്. വയനാടിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് 3 ദിവസമായി ഉണ്ടായിരുന്നത്. ഓണം അവധി തുടങ്ങിക്കഴിഞ്ഞു. ഒരുപാട് വിദ്യാർത്ഥികൾ പല നാട്ടുകളിൽ നിന്നും വയനാട്ടിലേക്ക് വരേണ്ടതായി ഉണ്ടായിരുന്നു വെക്കേഷന്. അവരൊക്കെ ായി ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോടേക്കുള്ള യാത്രക്കാരും വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചു. മാത്രമല്ല, മെയ് 24-ന് തുടങ്ങിയ മഴയാണ് മോത്തി. വയനാട്ടിലെ നട്ടെല്ലായ കാർഷിക മേഖല ആ മഴ കൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ്. അതിൻ്റെ കൂടെ ഈ ഗതാഗത തടസ്സം കൂടി വന്നതോടെ ടൂറിസം, വ്യാപാര മേഖലകളിലും വലിയ ആശങ്കയായി. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാവട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്.